വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫദ്ദാർ. ഇന്ന് കുട്ടികളുടെ ഖുർആൻ മത്സരമുണ്ട്. അതിന് മുൻപ് നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞിട്ട് ഒരു യുവതി മരണപ്പെട്ടൊരു വാർത്ത, 40 വയസ്സുള്ള റിൻഷ എന്ന് പേരുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടൊരു വാർത്ത ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു. വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഇവർ മക്കളും ഒന്നിച്ചാണ് ബൈക്കിൽ വന്നിരുന്നത്. ഒരു വൈകുന്നേരം ഇന്നലെ ഒരു 5:30 മണിക്ക് നോമ്പ് തുറക്കാനായിട്ടുണ്ട്. കാരണം വീട്ടിലേക്ക് വരിക. ആ നോമ്പോട് കൂടിയിട്ടായിരുന്നു ആ യാത്ര. ആ യാത്രയിലാണ് ബൈക്ക് പെട്ടെന്ന് ഒരു വളവിൽ വെച്ചിട്ട് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത്രേ. ആ താഴ്ചയിലേക്ക് മറിഞ്ഞിട്ടാണ് റഫീഖിൻ്റെ ഭാര്യ റിൻഷ എന്ത് ചെയ്തത്, അപകടത്തിൽ മരണപ്പെട്ടത്. കൂടെ മക്കളുണ്ടായിരുന്നു. മക്കൾ ഷിനാസ്, മുഹമ്മദ്, 2 പേർക്കും പരിക്കുകളുണ്ട്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. നോമ്പുകാരിയായിട്ടാണ് അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുള്ളത്. റമദാൻ മാസമാണ്. അള്ളാഹു ആ ഒരു മരണപ്പെട്ട യുവതിയുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ബുധനാഴ്ച വൈകിട്ട് 5:30 മാനത്തുമംഗലം കാര്യാവട്ടം ബൈപ്പാസിലാണ്, ആ ഭാഗത്താണ്, റോഡിലെ മാട് ഭാഗത്തെ ഒരു ഇറക്കത്തിലായിരുന്നു ഈ അപകടം നടന്നത്. ഇവർ പെരിന്തൽമണ്ണയിൽ നിന്ന് വരികയെന്ന് അത്രേ. ഇവർ സഞ്ചരിച്ചതിന് ബൈക്ക് ഈ മാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. മാട് ഭാഗത്തെ ഇറക്കം ഇറങ്ങുന്നതിനിടെ ആദ്യ വളവിൽ തന്നെ നിയന്ത്രണം വിട്ടിട്ട് സമീപത്തൊരു താഴ്ചയിലുള്ള റബ്ബർ തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരെ പരിക്കേറ്റ 3 പേരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും വൈകിട്ടൊരു മഗ്‌രിബിൻ്റെ തൊട്ട് മുൻപായിട്ട് ഈ റിൻഷ മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ അറിയാൻ കഴിഞ്ഞത്. നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. പ്രത്യേകിച്ചിട്ട് പല യുവാക്കളും ജോലി കഴിഞ്ഞ് വരുന്ന ആളുകളൊക്കെ ബാങ്ക് കൊടുക്കുന്നു കരുതിയിട്ട് വേഗം വീട്ടിലേക്ക് വരുമ്പോൾ അത് വലിയ അപകടത്തിന് കാരണമാവും. നമ്മൾ പ്രത്യേകിച്ച് വേഗം വീട്ടിലേക്ക് എത്തുക. ചിലപ്പോൾ ചില സ്ത്രീകളൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ 5:30 മണിയാകുമ്പോഴേക്കും വന്നിട്ട് വേണം വല്ല പത്തിരോ മറ്റോ ഉണ്ടാക്കാൻ. നേരത്തെ വരിക, വന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടാവും. നമ്മുടെ ഒരു വേഗത, നമ്മുടെ ഒരു ജീവൻ അങ്ങോട്ട് അപകടത്തിലാവും. ഇത് വേഗതയുടെ പ്രശ്നങ്ങളൊന്നുമല്ല, നിയന്ത്രണം വിട്ടിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞതാണ്. അള്ളാഹു ഇന്നലെ വരെ, ഈ ഒരു നിമിഷം വരെ നമ്മളോടൊപ്പം നോമ്പ് നോറ്റിയിരുന്ന ഒരാളുകൾ നാളെ നമ്മളോടൊപ്പം നോമ്പ് തുറക്കാനുണ്ടാവില്ല എന്നൊരു യാഥാർത്ഥ്യം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത്. ഇന്നലെ വരെ നമ്മളോടൊപ്പം നോമ്പ് നോറ്റിരുന്ന ഒരാൾ, ഇഫ്താർ ഉണ്ടായിരുന്ന ഒരാൾ, അത്താഴത്തിൽ വിളിച്ചിരുന്നൊരു ഉമ്മ പൊടുന്നനാ വീട്ടിൽ നിന്നുകൊണ്ട് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അതിനോളം വലിയൊരു സങ്കടം എന്താ. വീട്ടിൽ ആരില്ലെങ്കിലും പ്രശ്നം, ഉമ്മ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീട് ശൂന്യമാണ്. ആ വീട്ടിൽ നമുക്ക് അത്താഴത്തിന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മ വേണം. നമ്മളെങ്ങനെ ഉണ്ടെങ്കിലും ഉമ്മയുടെ വിളി കേൾക്കുമ്പോൾ ഉണരുക. ആ ഒരു അവസ്ഥ ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ്. ഒരുപക്ഷേ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ, മേലാറ്റൂരുള്ള ആളുകൾ, ഈ വിഷയം അറിഞ്ഞ ആളുകളായിരിക്കാം. എല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ആ റിൻഷ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. റമദാൻ്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗ്ഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് കുട്ടികളുടെ ഖുർആൻ പാരായണ മത്സരമുണ്ട്. ഒരുപാട് എൻട്രികൾ വരുന്നുണ്ട്. പരമാവധി എൻട്രികൾ, നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോകൾ അയക്കുക. ശബ്ദം ക്ലിയർ ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ പേരും സ്ഥലവും ജില്ലയും വയസ്സൊക്കെ കൃത്യമായിട്ട് അയക്കുക. ചില ആളുകൾ അങ്ങനെ ചിലതൊക്കെ അയക്കാൻ വിട്ടുപോകലുണ്ട്. മറ്റൊന്ന്, നമുക്കിതിൻ്റെ 1ാം സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഖത്തറിൽ ഉള്ള വടകര സ്വദേശിയായ നിയാസ്ക എന്ന് പറയുന്ന ഒരാളാണ് 1ാം സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. 2ാം സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് പെരിന്തൽമണ്ണയിലുള്ള അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഖത്തറിലെ ഒമാനിലെ സലാലയിലാണ്. മറ്റൊരാൾ അയിരൂർക്കാരനായ മുനീർ അയിരൂരാണ് 3ാം സ്ഥാനം. 4ാം സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് മമ്പുറത്തുള്ള ഷഫ്ന എന്ന് പേരുള്ള നമ്മുടെ ചാനൽ കാണുന്ന ഒരു വീട്ടമ്മയാണ്. ഞാൻ അവരെ നേരിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതിൽ ഈ നാസർക്ക എന്ന് പറയുന്ന ആൾ ഞാൻ കണ്ടിട്ടില്ല. ഒക്കെ നമ്മളുടെ ഈ ഒരു ഖുർആൻ പാരായണ മത്സരത്തിൽ വളരെ സഹകരിക്കുന്ന ഒരാളുകളാണ്. ഇതിപ്പോൾ വലിയ ഖുർആൻ പാരായണത്തിൽ വലിയ അവാർഡ് നേടി അല്ലെങ്കിൽ അത്ര വലിയ ഓത്തേരൊന്നുമല്ല. പക്ഷേ ഓരോരുത്തർക്കും ഈ ഒരു ചാനലിൽ അവരുടെ മക്കളുടെ ഓത്ത് കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. പലരും വിളിക്കുന്നുണ്ട്. എന്തായാലും റമദാൻ 20-ന് മുൻപായിട്ട് നിങ്ങൾ അയക്കാൻ, ഖുർആൻ പാരായണ മത്സരത്തിലേക്ക് അയക്കാനുള്ള ആളുകൾ അയക്കണം. ഇൻഷാ അല്ലാഹ് ഒരു ദിവസത്തിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. അള്ളാഹു നമ്മൾ ഈ ഓതിയതും ഇതിൽ കാണിച്ചതും ഒക്കെ ഒരു സ്വാലിഹായ അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ പരിചയപ്പെടാം. എറണാകുളത്തെ തമ്മനത്ത് നിന്ന് 10 വയസ്സുള്ളൊരു കുട്ടി, ഷബീർ എന്ന് പറയുന്ന ഒരാളുടെ മകളാണ്. ഈ കുട്ടിയുടെ പേര് വിട്ടുപോയി, അതുകൊണ്ടാണ് പേര് പറയാത്തത്. പിന്നെ കാസർഗോഡ് നിന്നുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് തെമീം.
وكتاب مبين هدى وبشرى للمؤمنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة يوقنون إن الذين لا يؤمنون بالآخرة زينا لهم أعمالهم فهم يعمهون. പിന്നെ കാസർഗോഡ് തന്നെ മിഥിലാജ് 16 വയസ്സാണ് പ്രായം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد. പിന്നെ കാസർഗോഡ് എന്നുള്ള തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഖദീജത്ത് ഫാത്തിമ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوا وهم يلعبون لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم. പിന്നെ കോഴിക്കോട് കാന്തപുരത്തിൽ നിന്ന് മുഹമ്മദ് ബാദുഷ 12 വയസ്സ്. لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا. പിന്നെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാസർഗോഡ് നിന്നുള്ള ഹംന ഫാത്തിമ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى. പിന്നെ ചെർപ്പുളശ്ശേരിയിൽ നിന്നും സെലീന. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل. അതെല്ലാവരുടെ ഖുർആനോത്തും അടിപൊളിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.